പോളണ്ട് സന്ദർശനത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈനിലെത്തി എന്നുള്ള ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. 10 മണിക്കൂറോളം ട്രെയിൻ യാത്ര നടത്തിയാണ് മോദി ഇപ്പോൾ ഉക്രൈനിലെ കീവിലെത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. കീവ് സ്റ്റേഷനിൽ വലിയ വരവേൽപ്പ് തന്നെയാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ അനുപ്രിയ ചേരുന്നുണ്ട്. അനുപ്രിയ, മോദിയുടെ ഈ പോളണ്ട് സന്ദർശനവും ഉക്രൈൻ സന്ദർശനവും ഒക്കെ വളരെ പ്രത്യേകത നിറഞ്ഞത് ആവുകയാണ്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി 10 മണിക്കൂറോളം ട്രെയിൻ യാത്ര നടത്തി ഉക്രൈനിലെത്തുന്നു. എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ വിലയിരുത്തുന്നത്? ഈ റഷ്യൻ സന്ദർശനം കഴിഞ്ഞ ഒരു മാസത്തിന് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഉക്രൈനിലെത്തിയിരിക്കുന്നത്. 1991 സോവിയറ്റ് യൂണിയനിൽ നിന്നും ഉക്രൈൻ വേർപെട്ടതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈനിലേക്ക് എത്തുന്നത്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുടെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഉക്രൈനിൽ എത്തിയിരിക്കുന്നത്. പോളണ്ടിൽ നിന്നും തീവണ്ടി മാർഗമാണ് പ്രധാനമന്ത്രി കീവ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. കീവ് സ്റ്റേഷനിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി ഇന്ത്യൻ സമൂഹവും ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കീവ് സ്റ്റേഷനിലെ ഒരു ഹോട്ടലിൽ വിശ്രമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ ഈ ഉക്രൈൻ സന്ദർശനം, അതായത് ഇതിനു മുന്നേ റഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി വ്ളാദിമിർ സെലൻസ്കി, അതായത് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി വലിയ വിമർശനമായിരുന്നു പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു യുദ്ധ കുറ്റവാളിയെ ആലിംഗനം ചെയ്തു എന്നായിരുന്നു അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശന വേളയെക്കുറിച്ച് വ്ളാദിമിർ സെലൻസ്കി കുറ്റപ്പെടുത്തിയത്. മാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം കടുത്ത നിരാശയാണ് നൽകിയതെന്നും അന്ന് സെലൻസ്കി കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റഷ്യ ഉക്രൈൻ സംഘർഷം തുടങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. 3 വർഷം കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഉക്രൈൻ സന്ദർശനത്തിനായി എത്തിയിരിക്കുകയാണ്. ഈ പ്രധാനമന്ത്രിയുടെ ഉക്രൈൻ സന്ദർശനത്തെ പല രീതിയിലാണ് വിദേശ വിദഗ്ധർ ഇപ്പോൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യ റഷ്യക്കൊപ്പമാണ് എന്നായിരുന്നു റഷ്യൻ സന്ദർശന വേളയിൽ വിദേശ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ റഷ്യക്കൊപ്പം മാത്രമല്ല, തുല്യ നിലപാടാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. റഷ്യക്കൊപ്പവും അതുപോലെ തന്നെ ഉക്രൈനൊപ്പം തുല്യ നിലപാടാണ് ഇന്ത്യയുടേത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഉക്രൈനിൽ എത്തിയിരിക്കുന്നത് എന്നുള്ള വ്യാഖ്യാനമുണ്ട്. മറുവശത്തുള്ള വ്യാഖ്യാനം എന്ന് വെച്ചാൽ, ഈ ഉക്രൈൻ റഷ്യ സംഘർഷം ഇത് ലഘൂകരിക്കാനായി ഇന്ത്യക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, അങ്ങനെ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇന്ത്യക്കൊരു പരിഹാരം മുന്നോട്ട് വെക്കാൻ സാധിക്കുമോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉക്രൈൻ സന്ദർശനത്തിലൂടെ ഈ സംഘർഷം ലഘൂകരിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം മുന്നിലുണ്ട്. ഇപ്പോൾ ഈ സംഘർഷം തുടങ്ങിയപ്പോൾ ഇന്ത്യ കടുത്ത രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഉക്രൈനിൽ നിന്ന് അവിടെയുള്ള ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാനായി ഓപ്പറേഷൻ ഗംഗ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഈ സംഘർഷം തുടങ്ങുന്നതിന് മുൻപ് ഇന്ത്യയും ഉക്രൈനും തമ്മിൽ വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ആ ഉഭയകക്ഷി വ്യാപാര ബന്ധം ഏകദേശം $300 കോടി ഒരു ഉഭയകക്ഷി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഉക്രൈനുമായിട്ടുള്ള എല്ലാ വ്യാപാര ബന്ധവും അവസാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനുമായി നല്ലൊരു ബന്ധമുണ്ടാക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യം തന്നെയാണ്. ഉക്രൈൻ സന്ദർശനത്തിന് ശേഷം സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലായിരിക്കും പോവുക. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഉക്രൈൻ സന്ദർശനത്തിലൂടെ 2 ചോദ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഈ ഉക്രൈനും റഷ്യയുമായിട്ടുള്ള സംഘർഷത്തിൽ അയവ് വരാൻ ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ സാധിക്കുമോ, അതോ റഷ്യയും ഉക്രൈനിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തുല്യ നിലപാടാണോ ഈ 2 രാജ്യങ്ങളിലൂടെ ഉള്ളത് എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉക്രൈൻ സന്ദർശനത്തിലൂടെ ഉന്നയിക്കപ്പെടുന്ന പ്രധാന ചോദ്യങ്ങൾ. ശ്രുതി. വ്യക്തമാണ്. എന്തായാലും ഉക്രൈനിലെത്തിയ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഏറെ നിർണായകമാവുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ എന്തെങ്കിലും ഇന്ത്യക്ക് അയവ് വരുത്താൻ ഇന്ത്യക്ക് സാധിക്കുമോ, അതിന് ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നിർണായകമാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. വിശദാംശങ്ങളാണ് അനുപ്രിയ നൽകിയത്.